വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് യാത്ര തിരിക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് തിരിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ CPIഎമ്മും BJPയും തുറന്ന പോരിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. MP ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് BJP നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. വിവാദങ്ങളിൽ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തൃശൂരിൽ നിന്ന് സൂര്യ സജി ചേരും, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് നിതിൻ അംബുജനും ചേരുന്നുണ്ട്. ആദ്യം CPM ഓഫീസിന്റെ മുന്നിൽ നിന്ന് സൂര്യ സജി ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സൂരജ്, ഇന്നലെ കനത്ത എനിക്ക് തോന്നുന്ന വലിയൊരു അടിയുടെ സാധ്യതയായിരുന്നു. രണ്ടുപേരും ആത്മസംയമനം പാലിച്ചതുകൊണ്ട് വലിയൊരു സംഘർഷം ഒഴിവായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും സംഘർഷം കനത്ത് തന്നെ കുറച്ചധികം സമയം നിന്നു. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇരു വിഭാഗത്തിന്റെയും നേതാക്കൾ നന്നേ പാടുപെട്ടാണ് ഈ പ്രവർത്തകരെ എല്ലാം അനുനയിപ്പിച്ച് വലിയ രീതിയിലുള്ള സംഘർഷം ഒഴിവാക്കിയത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഈ തൃശ്ശൂരിലെ CPMന്റെ ഇക്കാണുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് വരുന്നത്. അത് ഈ ഓഫീസിന് ഒരു 50 മീറ്റർ അകലെ വച്ച് പോലീസ് തടയുകയും ചെയ്തു. BJP പ്രവർത്തകർ അവിടെ ഈ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് CPM പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന അറിഞ്ഞ് ഇവിടെ നിന്ന് സംഘടിച്ച് ആ മേഖലയിലേക്ക് നീങ്ങുന്നത്. പിന്നീട് ഇരുകൂട്ടരും മുദ്രാവാക്യം വിളിക്കുന്നു, പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസാണെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ വൈകുന്നേരം MP ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ വിവാദം, അതേ തുടർന്ന് പെട്ടെന്ന് നിശ്ചയിച്ച മാർച്ച് ആയതുകൊണ്ട് തന്നെ ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങളൊന്നും പോലീസിന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. ഇതിനിടയിൽ കുറച്ച് പോലീസുകാരെ ഉള്ളുവെങ്കിൽ പോലും നന്നേ പണിപ്പെട്ടാണ് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. CPMനെ സംബന്ധിച്ച് അവർ ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ BJP പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം മറികടക്കുന്നതിന് വേണ്ടി ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയാണെന്നുള്ളതാണ് CPMന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ശക്തമായ പ്രതിഷേധ നടപടികളിലേക്ക് CPM പോകുമെന്നും CPM പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുനിൽകുമാർ ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അവരെല്ലാവരും തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങൾക്കും ഒരുങ്ങുകയാണ്. ഇന്നലെ TN പ്രതാപൻ അടക്കം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. വൈകുന്നേരത്തോടു കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. പോലീസിന് നൽകിയ പരാതിയിന്മേൽ ഇന്നലെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ആ വിഷയത്തിൽ നിയമോപദേശമടക്കം തേടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേസെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ പോലീസ് കടന്നേക്കും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. പക്ഷേ BJP ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണുള്ളത്. എന്തായാലും ഇന്നലത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനും BJP ഓഫീസിനുമൊക്കെ കനത്ത പോലീസ് സുരക്ഷയാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. ഇന്ന് മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി വിവിധ ഇടങ്ങളിൽ പോലീസിന്റെ വിന്യാസം ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുമുണ്ട്. തൃശ്ശൂരിലെ BJP ഓഫീസിന് മുന്നിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്നലെ BJPയും CPMും ഒരു പരിധിവരെ ആത്മസംയമനം പാലിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് തൃശ്ശൂർ നീങ്ങിയേനെ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് BJP ഓഫീസിന് മുന്നിലല്ല, തൃശൂർ MP അതോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുൻപിലാണ്. ഇന്നലെ ഇവിടെയാണ് അനിഷ്ട സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ചേരൂരിലെ MP ഓഫീസിന് മുന്നിലത്തെ ഈ ബോർഡിലായിരുന്നു ഇന്നലെ CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ടേക്ക് CPM പ്രവർത്തകർ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് CPM പ്രവർത്തകൻ ഇതിലേക്ക് കരിയോയിൽ ഒഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. രാത്രി വലിയ മാർച്ച് പിന്നീട് BJPയുടെ നേതൃത്വത്തിൽ നടത്തി. ഇരു പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം വലിയ സംഘർഷങ്ങളിലേക്ക് പോയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിലെ ബോർഡിലെല്ലാം തന്നെ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ വിവാദങ്ങൾക്കിടെ വോട്ടർ പട്ടിക വിവാദം, അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയുടെ അറസ്റ്റ്, ഇതിലെല്ലാം തന്നെ മൗനം തുടരുകയാണ് സുരേഷ് ഗോപി. ഇതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് ജില്ലയിൽ എത്തുന്നത്. രാവിലെ 9:30 വന്ദേ ഭാരതിൽ സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെത്തും. അതിനുശേഷം നേരെ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന BJP പ്രവർത്തകരെ സന്ദർശിക്കും. പിന്നീട് ഈ ക്യാമ്പ് ഓഫീസിലേക്ക് സുരേഷ് ഗോപി എത്തും. അതിനുശേഷം കമ്മീഷൻ ഓഫീസിലേക്ക് BJP നയിക്കുന്ന മാർച്ചിൽ അദ്ദേഹം പങ്കെടുക്കും. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്നിവരും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ വിവാദം തന്നെ ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ BJP വലിയ പ്രതിരോധത്തിലാണ്. ഇതിനിടെയാണ് വീണുകിട്ടിയ ആയുധം എന്ന നിലയിൽ തന്നെ BJP ഇത് വലിയ പ്രചരണമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകർ
MP ഓഫീസിലേക്ക് അക്രമം അഴിച്ചുവിട്ടു എന്ന പ്രചരണമാണ് BJP ഇപ്പോൾ ഇതിനെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ പ്രതിരോധത്തിലെ BJPക്ക് ഇതൊരു വീട് കിട്ടിയ ആയുധമെന്ന നിലയിൽ വലിയ പ്രചരണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ ഇപ്പോൾ BJP പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. 9 തന്നെ സുരേഷ് ഗോപി ഇന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തും. അതിനുശേഷം ഞാൻ നിൽക്കുന്ന ക്യാമ്പ് ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്കും സന്ദർശിക്കും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിലെത്തിയിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ്. ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ ഇതുവരെ സുരേഷ് ഗോപിയുടെ ഭാഗത്തും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ സുരേഷ് ഗോപിക്ക് പ്രതികരണം നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഈ മാർച്ചിൽ ശേഷം സുരേഷ് ഗോപി അല്ലെങ്കിൽ മാർച്ചിൽ സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകുമെന്നൊരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ സ്വീകരണം BJP പ്രവർത്തകർ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല BJP സംസ്ഥാന നേതാക്കളടക്കം ഇന്നിപ്പോൾ തൃശ്ശൂരിലെത്തി ഇന്നലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രചരണമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഞാൻ ഈ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഇന്നലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മൗനം തുടരുന്ന സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതും പിന്നീട് BJP പ്രവർത്തകർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തുന്നതും. ഈ വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപിക്ക് എന്താണ് പ്രതികരണം എന്നത് ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10:00 BJPയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തും. അതിനുശേഷം തൃശ്ശൂരിലെ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആശുപത്രിയും അതോടൊപ്പം തന്നെ ക്യാമ്പ് ഓഫീസും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വെളുപ്പിനാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തിയത്. കേന്ദ്രമന്ത്രി വന്ദേ ഭാരതിൽ തൃശ്ശൂരിലെത്തുമെന്ന് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നും സൂചനയുണ്ട്. എന്തായാലും തൃശ്ശൂരിലെത്തുന്നതോടെ അദ്ദേഹം എന്തെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിൽ അദ്ദേഹം സംസാരിച്ചില്ല എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിൽ വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു നേരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.